ഒരു ലോഡ് കല്ലിനാണ് രാവിലെ ഒരു നമുക്ക് ആകെ ടൈം ഈ കോറിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ ചായ കച്ചവടം ഇവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ഈ കോറിക്ക് ഈ കല്ലുമ്മക്ക് നോക്കി ഇങ്ങനെ നിൽക്കല്ലാതെ കണ്ടല്ലേ. ഇനിയിപ്പോൾ ആ കല്ലൊക്കെ കുത്തി കിട്ടിയിട്ട് വേണം. അങ്ങനെ ഭയങ്കര ഇടങ്ങാറ സത്യം പറയറ്റങ്ങളൊക്കെ ജീവിതം. നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ വണ്ടൂരിലെ ഏറ്റവും പ്രായം കൂടിയ ടിപ്പർ ഡ്രൈവറാണ് കുഞ്ഞാക്ക. ആസാനാണ്. അങ്ങനെയൊക്കെയാണല്ലേ മംഗലം കഥകള്. അനക്ക് രണ്ടൊല്ലം തടവ വേണ്ട വാണിയമ്പലത്തെ ആ 10 ഗേറ്റ് അടവ വേണ്ട ഒന്ന് പറഞ്ഞ തടവല്ലേ. ആ വാണിയമ്പലത്തെ 2 കൊല്ലം മറ്റേ 10 ഗേറ്റ് അടവും പിന്നെ ഉണ്ടല്ലോ കൊട്ടൂരല്ലൊരു ഗേറ്റ് അടവ് 4 മണിക്കല്ലേ ആ 3:30 കടച്ചോനെ. ഞാൻ മിഞ്ഞാന്ന് 2 3 വട്ടത്തെ കുടുങ്ങി. എന്തിനാ പിന്നെ മനസ്സിനെ പറ്റുക അവിടെ 2 വട്ടം വാണിയമ്പലത്തെ ഗേറ്റ് അടവ് കുടുങ്ങിയ എന്തിനാ പിന്നെ മനസ്സിനെ പറ്റുക ഒരു ഈസിന്. അതിൻ്റെ ഇടയിൽ കൂടെ 2 ഡബ്ബർ കട്ടി ഇട്ടേക്കണം. ആ അതന്നെ 3 വട്ടമാണ് ഞാൻ ഗേറ്റ് അടവ് കുടുങ്ങിയത്. 3 വട്ടം ഗേറ്റ് അടവ് കുടുങ്ങിയ ആ മനസ്സിനെ പിന്നെ എന്തിനും പറ്റുമോ. അല്ല മംഗലം ക്ഷേമനിധി എടുക്കില്ല. ഇപ്പൊ ക്ഷേമനിധിയിലെ ഒക്കെ ദിവസം കിട്ടിയിട്ടാണല്ലേ. 32,000 റുപ്യന്റെ ഇൻഷൂർ ഒരു ടിപ്പറിന്റെ ആണ് സംഭവം അല്ലേ. ടിപ്പർ 32,000 റുപ്യ ഇൻഷൂർ, ക്ഷേമനിധി, ടാക്സ് ഇങ്ങനൊക്കെ കച്ചണം. ഇപ്പൊ പുതിയ നിയമം വന്നിരിക്കണം. ഏത് നിയമം? മറ്റേ ഈ തൊഴിലാളി ഇതും കൂടി അടക്കണം. ഇപ്പൊ ഞാൻ ക്ഷേമനിധിക്ക് മറ്റു ക്ഷേമനിധിക്കും വേണ്ടിയാണ്ടേ ഞാൻ ഇപ്പൊ പോയിന്. ക്ഷേമനിധി അടച്ചാൽ കുട്ടികളെ കല്യാണം പരിപാടി കയറി കിട്ടുമല്ലോ. അത് 24, 25, 23, 24 അടച്ചില്ല. അതുപോലെ സൈറ്റ് ബ്ലോക്ക് ആയിട്ടാണ് നമ്മൾ അടക്കാഞ്ഞ്. അവിടെ നമുക്ക് ആ പൈസ കിട്ടില്ല. അപ്പം ഇങ്ങനെ അടക്കുക പോലെ അങ്ങനെ മറ്റേ വാങ്ങി വെക്കുക നല്ലത്. പറയണേ കുറേ കാര്യങ്ങൾ നമ്മളെ ജീവിത സാഹചര്യം നമ്മൾ കുറേ പറയണ്ടല്ലേ. ആലോചിക്കച്ച് ഇന്നലെ ഞാൻ RTO ഓഫീസിന്റെ പോകുമ്പോൾ ചായ കുടിച്ചുമ്പോൾ ഒരു ടിപ്പറിലെ ഡ്രൈവറെ ജീവിതം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 5 മണി 4 മണിയാകുമ്പോൾ പോരുക. ലേശം കട്ടൻ ചായ എന്തെങ്കിലുമൊക്കെ കിട്ടുക. അത് കഴിഞ്ഞ് ഈ കാട്ടുകട കയറി പോവുകയാണ്. ഈ കാട്ടുകട കയറി പോന്നിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുകയാണ്. ഇന്നാ ഞാൻ ഇപ്പം ഒത്തിരിയും പറഞ്ഞിട്ട് ആൾക്കാർ ചോദിച്ചു ചങ്ങന്മാരെ ഞങ്ങൾക്ക് വേറെ പണിക്കും പോയിക്കോളൂ. എത്ത് പണിക്കാ പോവുക, എത്ത് പണി അറിയാം. ഇതിങ്ങനെ ഇവിടെ കുത്തിനെ വിടാൻ വയ്ക്കുന്നല്ലാതെ വേറെ വല്ല കൈക്കോട്ട് ആൾക്കാരൊന്നും നമ്മളെ കൊണ്ട് വെച്ചൂല. ഞാൻ കൊണ്ട് വയ്ക്കൂല. ഇച്ചതിന് മുകളിൽ കയറിയാണ്ട് ഒരു പായ് കെട്ടാൻ വരെ ഇടാൻ വയ്ക്കൂല. അയാക്കറ്റ് വയ്ക്കും, അയാൾക്കും വയ്ക്കൂല. എന്തൊക്കെ കാട്ടണം. അങ്ങനെയൊക്കെയാണ് സംഗതികളല്ലേ. ഇനിയിപ്പോൾ ഇതൊക്കെ കിട്ടി ആകെ ലോഡ് കിട്ടും. ഒരു ദിവസം ഒരു ടിപ്പറിന് ലോഡല്ലേ കിട്ടുള്ളൂ. അത് കിട്ടുള്ളൂ. പണ്ടൊക്കെ ഇനി ആ 3, 4 ലോഡൊക്കെ കിട്ടി ചീറിപ്പാഞ്ഞേ. ഇപ്പോൾ ആ കേസൊന്നും ഇല്ല. പെരച്ചക്ക് 4 മണിക്ക് വരിക, ഉച്ചരിയുമ്പോൾ ലോഡ് കിട്ടുമ്പോൾ അത് തൊട്ടാൽ പെരിക്ക് പോവുക. അല്ലാണ്ട് പണ്ടത്തെ മാതിരി 3, 4 ലോഡൊക്കെ റോട്ടിൽ കൂടെ ആകെ ജഗ അതിൻ്റെ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല. എങ്ങനെ പോയാലും ഒരു ലോഡേ കിട്ടുള്ളൂ.